ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ കറിയുമായിട്ടാണ്. ഒരു കത്തിരിക്ക പാൽക്കറി. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ദോശയ്ക്കും എല്ലാത്തിനും കഴിക്കാം. നിങ്ങളെങ്ങനെ വെച്ചാൽ ഇഷ്ടപ്പെട്ട് കുട്ടികൾ കഴിക്കും. ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു മുറി തേങ്ങ എടുത്തു. അതിൽ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ഫസ്റ്റ് തേങ്ങാപ്പാലെടുത്ത് മാറ്റി വെക്കാം. അതേ തേങ്ങയിൽ തന്നെ ഒരു ഗ്ലാസും കൂടി വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി പാലെടുത്ത് രണ്ടാം പാലും മാറ്റി വെക്കാം. ഇതിനാവശ്യമായിട്ട് 6 കത്തിരിക്ക, ഒരു സവാള, 9 പച്ചമുളക്, ഒരു മുറി തേങ്ങ, അത്രയേ ആവശ്യമുള്ളൂ. ഒരു കത്തിരിക്ക 4 ചെറുതാക്കി മുറിച്ച കത്തിരിക്കയാണ്. ഒരു സവാള ചെറുതാക്കി മുറിച്ചു. 9 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ പച്ചമുളകായതുകൊണ്ടാണ് 9 എണ്ണം. വലുതാണെങ്കിൽ 6 എണ്ണം എടുത്താൽ മതി. കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് മൺചട്ടിയിലോട്ട് മാറ്റാം. മൺചട്ടിയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. പണ്ട് നമ്മൾ ഉമ്മമാർ വെച്ച അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൺചട്ടിയിൽ തന്നെ നമുക്ക് റെഡിയാക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യമായ ഉപ്പ്. ഞാനിന്ന് കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ രണ്ടാം പാലെടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചിട്ട് ഈ രണ്ടാം പാലിലാണ് നമ്മളിത് വേകാൻ വെക്കുന്നത്. എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് വേകാൻ വെക്കാം. വേകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കത്തിരിക്ക നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഉടയ്ക്കാം. ചിലവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനൊന്ന് നല്ല ഉടച്ചു കൊടുത്തു. സ്മാഷാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉടച്ചപ്പോൾ. ഇനി മാറ്റി വെച്ച ഒന്നാം പാല് ഇതിൽ ഒഴിച്ച് ഫുള്ളും കൂട്ടി യോജിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അടി പിടിച്ചു പോകും. വെന്ത കത്തിരിക്കയല്ലേ, അടി പിടിക്കും. നല്ല തിളച്ചു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഒരു നാരങ്ങ, അതിൻ്റെ അരപ്പൊളി നമുക്കിതിൽ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. തിള വന്നുകൊണ്ടേയിരിക്കുന്നത് മൺചട്ടി ആയതുകൊണ്ടാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളും കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അടിപൊളി കത്തിരിക്ക പാൽക്കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.